അത് നമ്മൾ പോർച്ചുഗീസ് സാമ്രാജ്യത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628-ലാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ എന്ന് പറയുന്നത് ഗോവയിലെ ദാമൻ ആൻഡ് ദിയു എന്ന് പറയുന്ന സ്ഥലമായിരുന്നു കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628-ലാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ എന്ന് പറയുന്നത് ഗോവ, ദാമൻ ആൻഡ് ദിയു എന്ന് പറയുന്ന ഗോവയിലെ ദാമൻ ആൻഡ് ദിയു എന്ന് പറയുന്ന സ്ഥലമാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് 463 വർഷമായിരുന്നു കേട്ടോ. 1498 മുതൽ 1961 വരെ. ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. 1510 നിന്നാണ്. 1510-ലായിരുന്നു കേട്ടോ ഈ സംഭവം നടക്കുന്നത്.